ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായാണ് കേട്ടോ. കല്ലുമ്മക്കായ ഞാൻ കഴിക്കുന്നത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാനായിട്ട് ഇതിന് പുറമെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കത്തി വെച്ച് ചുരണ്ടി കളയുക തന്നെ വേണം. പിന്നെ അതിനുള്ളിൽ നിന്നൊരു ചെറിയൊരു വേര് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതും നമ്മൾ കത്തി വെച്ച് തന്നെ മുറിച്ച് കളയാം. കല്ലുമ്മക്കായ ഈ പാറയുടെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളർന്നുകൊണ്ട് തന്നെ നന്നായിട്ട് അത് മഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞത് ഈ രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും നന്നായിട്ട് പലതവണ കഴുകണം കേട്ടോ. ഇനി ഈ കല്ലുമ്മക്കായ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കണം. കല്ലുമ്മക്കായ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മീറ്റ് മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ മീറ്റ് ഭയങ്കര ഹാർഡായിട്ടാണ് കേട്ടോ അതിലിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ അടുത്ത ഷെല്ല് എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷെല്ലുകളൊക്കെ മാറ്റിയിട്ട് ഇതേ മീറ്റ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഈ സംഭവം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത് എല്ലാവരും ചെയ്യാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഇത് കഴിക്കണോണ്ട് ചിലപ്പോൾ വയറുവേദനയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് കളഞ്ഞിട്ടാ. അതിനായിട്ട് പയ്യെ ഒരു കത്തി വെച്ചിട്ട് നമുക്കത് ചെയ്ത് കളയാവുന്നേ കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ കറുത്ത സംഭവമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും ഒരു 3-4 തവണ ഒന്നുകൂടെ കഴുകേണ്ട വരും കേട്ടോ. കാരണം അതിൽ ചെറിയ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇഞ്ചി ചതച്ചതും കുറച്ച് വേപ്പിലയും ആവശ്യമുണ്ടെങ്കിൽ 2 പച്ചമുളകും കീറിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. മുഴുവൻ വെള്ളം വറ്റി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, സവാള, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ശരിക്കൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കല്ലുമ്മക്കായ നമുക്ക് കഴിക്കാവുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇനി കല്ലുമ്മക്കായ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപാര ടേസ്റ്റ് ആയിരുന്നിട്ട് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഈ കല്ലുമ്മക്കായ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.